ഹായ് എവരിവൺ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മുഗൾ റൂളും വിജയനഗര എംപയറും. മുഗൾ റൂളിലെയും വിജയനഗര എംപയറിലെയും മിലിറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മുഗൾ റൂളിലെ മിലിറ്ററി സിസ്റ്റം ആണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. വിജയനഗര എംപയറിലെ മിലിറ്ററി സിസ്റ്റം ആണ് അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ഈ ഒരു മൻസബ്ദാരി സിസ്റ്റത്തിന്റെയും അമരനായക സിസ്റ്റത്തിന്റെയും ഡിഫറൻസസ്. ഓക്കെ, ബേസിസ് എന്ന് പറയുന്നത് മൻസബ്. മൻസബ് എന്ന് പറയുന്ന റാങ്ക് ആർക്ക് കൊടുക്കുന്നു? മൻസബ്ദാരി സിസ്റ്റത്തിലാണ്. ഓക്കെ, അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞാൽ അമരം എന്ന് പറയുന്ന ലാൻഡ് ഗ്രാന്റ് ആണ് അവർക്ക് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നോക്കുന്നത് ലാൻഡ് എന്നാൽ എന്താണ്. ഓക്കെ, അമരനായക സിസ്റ്റത്തിലും മൻസബ്ദാരി സിസ്റ്റത്തിലും ലാൻഡ് എങ്ങനെയാണ് നോക്കാൻ നമുക്ക്. ലാൻഡ് വാസ് അസൈൻഡ് ടു മൻസബ്ദാർ. എന്താണ്? മൻസബ്ദാർമാർക്ക് ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഓക്കെ, സെയിം ആണ്. അമരനായക സിസ്റ്റത്തിലും അമരന്മാർക്ക് എന്ത് ചെയ്തു? ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഓക്കെ, ഈ ഡിഫറൻസസ് ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവിടുത്തെ ടാക്സ് എങ്ങനെയായിരുന്നു നോക്കാം. അമരനായക സിസ്റ്റത്തിലാണെങ്കിൽ അമരനായകാസ് കളക്റ്റഡ് റവന്യൂ ടാക്സസ് ഫ്രം ദ അസൈൻഡ് ലാൻഡ്. അമരനായകർക്ക് ഭൂമി പിരിക്കാനുള്ള, അമരനായകന്മാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, ടാക്സ് ആണ് നമ്മൾ പറയുന്നത്. അമരനായകർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, സെയിം ആണ് നമുക്ക് മൻസബ്ദാരി സിസ്റ്റത്തിലും. മൻസബ്ദാർമാർക്കും എന്തുണ്ടായിരുന്നു? നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് മിലിറ്ററി സിസ്റ്റം നോക്കാം. മിലിറ്ററി എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൻസബ്ദാർമാരുടെ കീഴിൽ കുതിരകളെയും സൈന്യത്തെയും നിലനിർത്തിയിരുന്നു. ഓക്കെ, കുതിരകളെയും സൈന്യത്തെയും എവിടെ നിലനിർത്തിയിരുന്നു? മൻസബ്ദാർമാരുടെ കീഴിൽ നിലനിർത്തിയിരുന്നു. അമരനായകരുടെ കീഴിൽ സൈന്യത്തെയും കുതിരകളെയും നിലനിർത്തിയിരുന്നു. സെയിം ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് വരുന്നത് ട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ മൻസബ്ദാർമാർ എന്ത് ചെയ്തു? രാജാക്കന്മാർക്ക് കരം കൊടുത്തിരുന്നു. ഓക്കെ, എന്താ ചെയ്തത്? മൻസബ്ദാർമാർ രാജാക്കന്മാർക്ക് ട്രിബ്യൂട്ട് കൊടുത്തിരുന്നു. ഇനി അമരനായകരും എന്ത് ചെയ്തു? രാജാവിന് കരം കൊടുത്തിരുന്നു. സിമ്പിൾ അല്ലേ ഈ ഒരു ഡിഫറൻസസ് എന്ന് പറയുന്നത്? The Mansabdars paid tribute and remained loyal to the Mughal Empire. Okay, ഇനി അമരനായകാസ് paid tribute to Vijayanagara king and remained loyal. Okay, ഈ ഒരു ഡിഫറൻസസ് നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? ഇനി ഒരിക്കലും ഈ ഒരു ഡിഫറൻസസ് മക്കൾ മറന്നുപോയില്ലല്ലോ. അതുകൊണ്ട് വേഗം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക് യു.